ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേൽസിലേക്ക് സ്വാഗതം. നൈമിഷാരണ്യത്തിൽ സൂതൻ മഹർഷിമാർക്ക് മഹാഭാരത കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. സർപ്പസത്രത്തിൻ്റെ കഥയാണ് താൻ പറയാൻ പോകുന്നതെന്നും അതിനു മുൻപ് ആസ്തികൻ എന്നൊരു മഹർഷിയുടെ ജനനകഥ നിങ്ങൾ കേൾക്കണമെന്നും സൂതൻ പറയുകയുണ്ടായി. സൂതൻ കഥ പറഞ്ഞു തുടങ്ങി. ജരൽക്കാരു എന്നു പേരുള്ള ഒരു മഹാതപസ്വി ഉണ്ടായിരുന്നു. അദ്ദേഹം തീർത്ഥയാത്ര നടത്തവേ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. ഒരു മലയിടുക്കിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന പുൽക്കൊടികളിൽ കുറേ രൂപങ്ങൾ തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. ആ പുൽക്കൊടികളുടെ വേരുകളാകട്ടെ എലികൾ കുഴിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. മഹർഷി അമ്പരപ്പോടെ ചോദിക്കുകയുണ്ടായി, ഇങ്ങനെ ഒരു കഷ്ടസ്ഥിതിയിൽപ്പെട്ട നിങ്ങൾ ആരാണ്? വിഡ്ഢിയായ ജരൽക്കാരുവിൻ്റെ പിതൃക്കളാണ് തങ്ങൾ എന്ന് അവർ പറയുകയുണ്ടായി. മഹർഷി ഞെട്ടിപ്പോയി. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എന്താണ് ഇതിനുള്ള കാരണം എന്ന് അദ്ദേഹം അന്വേഷിച്ചു. അവർ പറഞ്ഞു, നിന്റെ പൂർവികരാണ് ഞങ്ങൾ. കുടുംബത്തിൽ സന്താനമുണ്ടായില്ലെങ്കിൽ പിതൃക്കൾ പാപികളെപ്പോലെ അലഞ്ഞു നടക്കും. നീ ഞങ്ങളുടെ ഏക സന്താനമാണ്. നീ ഇങ്ങനെ മഹർഷിയായി നടന്നാൽ ഞങ്ങൾക്ക് ഗതിയുണ്ടാവുകയില്ല. അതുകൊണ്ട് നീ ഒരു വേലി കഴിക്കണം. തപസ്വിയായ ജരൽക്കാരുവിന് ഈ നിർദ്ദേശം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറയുകയുണ്ടായി, തനിക്കു വേണ്ടി വിവാഹം ചെയ്യുകയില്ല, ധനം നേടുകയുമില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്യാം. ചില വ്യവസ്ഥകൾ ഉണ്ടെന്ന് മാത്രം. അദ്ദേഹം പറഞ്ഞു, താൻ വിവാഹം കഴിക്കുന്ന കന്യകയുടെ പേര് ജരൽക്കാരു എന്ന് തന്നെ ആയിരിക്കണം. മാത്രമല്ല അവളെ തനിക്ക് ഭിക്ഷയായി കിട്ടുകയും വേണം. ദരിദ്രനായ തനിക്ക് ആരാണ് കന്യകയെ നൽകുക? ഈ വ്യവസ്ഥകളിന്മേൽ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ജരൽക്കാരു തൻ്റെ യാത്ര തുടർന്നു. കുറച്ചു കാലം കഴിഞ്ഞു. ഒരിക്കൽ വനത്തിൽ വെച്ച് അദ്ദേഹം പിതൃവാക്യം ഓർത്തു. ആ സമയം വാസുകി എന്ന നാഗരാജാവ് അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരിയും ഉണ്ടായിരുന്നു. തൻ്റെ സഹോദരിയെ വിവാഹം കഴിക്കൂ എന്ന് മഹർഷിയോട് അദ്ദേഹം അപേക്ഷിച്ചു. എന്താണ് ഇവളുടെ പേര്? പേര് ചേരുകയില്ല എന്നായി ജരൽക്കാരു. ഇവളുടെ പേര് ജരൽക്കാരു എന്നാണെന്നും താൻ ഇവളെ അങ്ങേക്ക് ഭിക്ഷയായി നൽകുകയാണെന്നും വാസുകി അറിയിച്ചു. അങ്ങനെ ജരൽക്കാരു എന്നു പേരുള്ള ആ കന്യകയെ മഹർഷി വിവാഹം കഴിച്ചു. ആ നാഗകന്യകയിൽ മഹർഷിക്ക് ഒരു പുത്രൻ പിറന്നു. ആ മഹാനായ പുത്രനാണ് ആസ്തികൻ. പരീക്ഷിത് രാജാവിൻ്റെ മകനായ ജനമേജയൻ നടത്തിയ സർപ്പസത്രത്തിൽ ഇടപെട്ട ആളാണ് ആസ്തികൻ. സൂതൻ കഥ തുടർന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പണ്ട് സർപ്പങ്ങൾക്ക് ശാപം കിട്ടുകയുണ്ടായിട്ടുണ്ട്. ആ ശാപത്തിൽ നിന്നും സർപ്പങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് വാസുകി തൻ്റെ സഹോദരിക്ക് ജരൽക്കാരു എന്ന് പേരിട്ടതും അവളെ ജരൽക്കാരു മഹർഷിക്ക് വധുവായി നൽകിയതും. അവർക്കുണ്ടായ ആ പുത്രനാണ് ആസ്തികൻ. അദ്ദേഹം സർപ്പങ്ങളെ നാശത്തിൽ നിന്നും രക്ഷിച്ചു. സർപ്പങ്ങളുടെ ആ കഥ കേൾക്കണമെന്ന് മുനിമാർ സൂതനോട് ആവശ്യപ്പെട്ടു. കൂട്ടുകാരെ, അക്കഥ മറ്റൊരവസരത്തിൽ കേൾക്കാം. മഹാഭാരതത്തിൽ ഓരോ കഥയും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. പാമ്പുകടിയേറ്റു മരിച്ച പരീക്ഷിത് രാജാവിൻ്റെ കഥ കോപം എന്നു പേരുള്ളൊരു കഥയായി ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കേൾക്കണം കേട്ടോ. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഇനി അടുത്ത കഥയുമായി വരുന്നത് വരെ ബായ്.